വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി സൂചന. ഇന്ന് രാവിലെയാണ് അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വനത്തിനോട് ചേർന്നുള്ള പറമ്പിൽ കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ചേരുന്നു. കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കെയാണ് പ്രദേശത്ത് കടുവ ഇറങ്ങിയതായി സൂചന നൽകിയിരിക്കുന്നത്. വനം വകുപ്പ് വിഷയത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സൂര്യ, ഇന്ന് രാവിലെയാണ് വടക്കാഞ്ചേരി അകമലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായിട്ടുള്ള നാട്ടുകാർ വിളിച്ചു പറയുന്നത്. അങ്ങനെ അവിടെ അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ പറമ്പിലാണ്. ഇത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഉള്ളൊരു നീർച്ചോലയ്ക്ക് സമീപമാണ് കടുവയുടെ കാൽപ്പാടുകൾ എന്ന് സംശയിക്കുന്നു. അങ്ങനെയുള്ള കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇത് വനത്തിൽ അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കാട്ടുപന്നിയെ ഓടിച്ചു വന്നായിരിക്കാമെന്നാണ്. കാരണം കുറച്ചകലെ സമീപത്തെ കാട്ടുപന്നി ഓടിപ്പോയ ലക്ഷണങ്ങളും ആ കാൽപ്പാടുകളും നമുക്ക് ചെളിയിൽ വ്യക്തമായി കാണാം. ഏകദേശം ഒരു 6 ഇഞ്ചോളം വ്യാസം ഈ കാൽപ്പാടുകൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ഇറങ്ങിയതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നിപ്പോ കടുവയുടേത് സംശയിക്കുന്ന കാൽപ്പാടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് വനം വകുപ്പ് ഇനി സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അവർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വടക്കാഞ്ചേരി ഈ അകമല മേഖലയിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലുള്ള കാടുകളിലൊക്കെ കാട്ടാന ശല്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കടുവയുടെയൊക്കെ എന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതോടുകൂടി ശരിക്കും സമീപവാസികൾ കുറച്ച് പരിഭ്രാന്തിയിലാണ്. സൂര്യ, കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കെയാണ് ഇപ്പോൾ പ്രദേശത്ത് കടുവ ഇറങ്ങിയതായി സൂചന വന്നത്. ഇന്ന് രാവിലെ അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വനത്തിനോട് ചേർന്നുള്ള പറമ്പിലാണ് കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇതിനു മുൻപ് ഇവിടെ കാട്ടാന ശല്യവും അതോടൊപ്പം കാട്ടുപന്നി ശല്യവും രൂക്ഷമായിരുന്ന മേഖലയായിരുന്നു. ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ്. സമഗ്ര വിവരങ്ങളാണ് അരുൺ നൽകിയത്.